ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ സ്വഹാബും വഴങ്ങി, നഹല പുണർന്നു മാറിലൊതുങ്ങി. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ സ്വഹാബും വഴങ്ങി, നഹല പുണർന്നു മാറിലൊതുങ്ങി. ശരഫുറ്റൂർ മരത്തിന്റെ തടിമറിയിലമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ശരഫുറ്റൂർ മരത്തിന്റെ തടിമറിയിലമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ.